ബ്ലഡ് കളക്ഷന് ശേഷം നമ്മൾ ഓരോ ട്യൂബിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഒരു സ്പെസിഫിക് സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസിനെയാണ് നമ്മൾ പറയുന്ന ഓർഡർ ഓഫ് ട്രൂത്ത്. അത് CLSI ഗൈഡ് ലൈൻസ് പ്രകാരം തന്നെ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ അത് നമ്മൾ ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ടെസ്റ്റ് റിസൾട്ട്സിനെ അത് എഫക്റ്റ് ചെയ്യും. എങ്ങനെയാണ് ശരിക്കുള്ള ഓർഡർ ഓഫ് ട്രൂത്ത് എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എപ്പോഴും കളക്ട് ചെയ്യേണ്ട ഏത് ട്യൂബിലേക്കായിരിക്കണം? മൈക്രോബയോളജിൻ്റെ കൾച്ചർ ബോട്ടിൽസിൽ അതിലേക്കായിരിക്കണം നമ്മൾ ഫസ്റ്റ് കളക്ട് ചെയ്യേണ്ടത്. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഏതിലേക്ക് കളക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈറ്റ് ബ്ലൂ കളർ സോഡിയം സിട്രേറ്റ് ട്യൂബിൽ അതിലേക്ക്. ഓക്കെ, ദെൻ അത് നമ്മൾ PTA എല്ലാം ചെയ്തത് അതിലേക്ക്. തേർഡ് എന്ന് പറയുന്നത് റെഡ് കളർ, അത് കെമിസ്ട്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന റെഡ് ടോപ്പുള്ള ട്യൂബിൽ അതിലേക്കാണ്. ഫോർത്ത് എന്ന് പറയുന്നത് നമ്മൾ ഗോൾഡ് ടൈഗർ ടോപ്പ് അതിലേക്ക്. ഫിഫ്ത്ത് ഗ്രീൻ ഹെപ്പാരിൻ ട്യൂബിലേക്ക്. സിക്സ്ത് തന്നെ EDTA ട്യൂബിലെ ലാവൻഡർ പേർപ്പിൾ പിങ്ക് കളറിലെല്ലാം അവൈലബിളായ അതിലേക്കാണ് EDTA ട്യൂബിലേക്കാണ് കളക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രേ കളർ ട്യൂബ്, നമ്മൾ ഷുഗർ ടെസ്റ്റിനെല്ലാം ഉപയോഗിക്കുന്ന ഗ്രേ കളർ ട്യൂബിലേക്കാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ കളക്ട് ചെയ്തിട്ടില്ല, ശരിക്കും ഓർഡറിൽ കളക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് എഡിറ്റീവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആയിട്ട് ടെസ്റ്റ് റിസൾട്ട്സിനെ എഫക്റ്റ് ചെയ്യും. ഇതിനൊരു നിമോണിക് കോഡ് പറയാം. ബോയ്സ് ലവ് റെഡ് ഗോൾഡ് ആൻഡ് ഗേൾസ് ലവ് പിങ്ക് ഗ്രേ കളർ. ഓക്കെ, ആ കോഡ് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ഒരിക്കലും മറന്നു പോകില്ല. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ്. ഫസ്റ്റ് നമ്മൾ മൈക്രോബയോളജി അല്ലേ, അത് കൾച്ചർ ബോട്ടിൽ B വെച്ചിട്ട്. അപ്പോൾ BL, അതായത് ബോയ്സ് ലവ് റെഡ് ഗോൾഡ് കളർ ഞാൻ വെറുതെ കൊടുത്തേ ഉള്ളൂ. പിന്നെയോ ഗേൾസ് G ഗേൾസ് ലവ് പിങ്ക് ഗ്രേ കളർ. അപ്പോൾ നമുക്കിതൊരിക്കലും മറന്നു പോകില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പോൾ കോഡ് മറക്കില്ലല്ലോ. ബോയ്സ് ലവ് റെഡ് ഗോൾഡ്, ഗേൾസ് ലവ് പിങ്ക് ഗ്രേ. ഓക്കെ, അപ്പോൾ ഈ കോഡ് എല്ലാവരും ഓർക്കുമല്ലോ. ഇതാണ് ബോയ്സ് ലവ് റെഡ് ഗോൾഡ് കളർ, ഗേൾസ് ലവ് പിങ്ക് ഗ്രേ കളർ. ഓക്കെ, അപ്പോൾ നമുക്കിത് വേഗം ഓർത്തെടുക്കാൻ പറ്റും. കത്തോപ്രോമെട്രിക് എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, അതുകൊണ്ട് എല്ലാവരും ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക്സ്. ഇതുപോലെ ഹെൽപ്ഫുള്ളായ ലാബ് റിലേറ്റഡ് വീഡിയോസ് വേണമെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ.